സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, വല്ലാത്ത വികാര നിർഭരമായ രംഗങ്ങൾ. ആലപ്പുഴയുടെ അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്ന പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരം, പിന്നീട് ആദ്യം പി കൃഷ്ണപിള്ള സ്മാരകമായിരുന്നില്ല, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായിരുന്നു, പിന്നീട് പി കൃഷ്ണപിള്ള സ്മാരകം എന്ന് നാമധേയം ചെയ്യപ്പെട്ട അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഉള്ള വിലാപയാത്ര ഇപ്പോൾ പോവുകയാണ്. ഇനി എത്ര ദൂരമുണ്ട് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്? ആരൊക്കെയാണ് ഇപ്പോൾ അനുഗമിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ അനുഗമിച്ചത്. ഇപ്പോഴും കനത്ത മഴയാണ് പെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കുട ചൂടിയവർ, കുട ചൂടാത്തവർ, മഴ നനഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ, VS നനഞ്ഞ മഴ, VS വഹിച്ച സഹനങ്ങൾ, അതെല്ലാം ഓർക്കുമ്പോൾ ഇതെന്ത് മഴ! ഒരു മഴയുമേ അല്ല, ഏത് പേമാരിയെയും ഏത് പ്രളയത്തെയും തടുക്കാൻ ശേഷിയുള്ള കരുത്തരാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനം തന്നുപോയ VS. സാലി, എന്താണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ഇതാ വാഹനം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം വികാര നിർഭരമായ യാത്രയപ്പാണ് ആലപ്പുഴയിലെ പാർട്ടി സഖാവ് VS നൽകിയത്. പാർട്ടി ആലപ്പുഴയിലെ എക്കാലത്തെയും ആലപ്പുഴ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ എക്കാലത്തെയും വലിയ സംഭാവനകളിൽ നിന്ന് സഖാവ് VS അങ്ങേയറ്റത്തെ വികാര നിർഭരമായ യാത്രയപ്പ് ലഭിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് പറയാം. ഇവിടെ ജില്ലയിലെ സംസ്ഥാനത്തെ നേതൃനിര ഒന്നാകെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ, പാർട്ടിയെ മുന്നണിയെ സ്നേഹിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. വലിയ ജനക്കൂട്ടമാണ്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇവിടെ പൊതുദർശനം നീണ്ടുനിന്നു. വലിയ ജനക്കൂട്ടമാണ് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരമാവധി ആളുകൾക്ക് കാണാനുള്ള സൗകര്യം എത്തിയിരുന്നു. പരമാവധി ഇവിടെ കാത്തുനിന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഒരുക്കി നൽകിയിട്ട് കൂടിയാണ് ഇപ്പോൾ മൃതദേഹവും എടുത്ത് വാഹനത്തിലേക്ക് കയറ്റി വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ ഇനി സഞ്ചരിച്ചാൽ റിക്രിയേഷൻ മൈതാനത്ത്, പോലീസ് മൈതാനത്തേക്ക് അവിടെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്നാണ് കരുതുന്നത്. ഇത്തിരി വേഗതയിൽ തന്നെ വാഹനം നീങ്ങട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒരിടത്തും നിർത്തി, വഴിയോരങ്ങളിലൊന്നും നിർത്തി ഈ വിലാപയാത്രയ്ക്കിടയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിവിടെ നിന്ന് തന്നെ നേതാക്കൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും റിക്രിയേഷൻ മൈതാനത്തേക്ക് ചെല്ലൂ എന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിനനുസരിച്ച് ഇവിടെ കാണാൻ കഴിയാത്തവർ നേരത്തെ തന്നെ റിക്രിയേഷൻ മൈതാനത്തേക്ക്, പോലീസ് മൈതാനത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അവർ അവിടെ കാത്തു നിൽക്കുന്നു. അവരുടെ അഭിവാദ്യം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി VS അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു. VSനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പം മുമ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ മൈതാനത്തെത്തും. ആയിരങ്ങളാണ് ഇവിടെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു മടങ്ങിയത്. ശരി സാലി മുഹമ്മദ്, ആ വാഹനത്തിന് ഇപ്പോഴും മുൻപോട്ട് പോകാനാകുന്നില്ല. VSൻ്റെ മൃതദേഹം വെച്ചുള്ള ആ വാഹനത്തിന്, ആ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. അത്രയ്ക്കുണ്ട് അവിടെ തടിച്ചു കൂടിയ ജനം. ഇപ്പോൾ VSനെ പല കാലങ്ങളിൽ VS നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച്, VS നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കുറിച്ച് കേരളം വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. പാർട്ടിയെ നിരോധിച്ച കാലത്ത്, രാജഭരണകാലത്ത് തൊഴിലാളി പ്രസ്ഥാനവുമായി രംഗത്ത് വന്ന VS പിന്നീട് 90കളിൽ കിഴക്കൻ യൂറോപ്പിലടക്കം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ കേരളത്തിലെ പാർട്ടിയെ കരുത്തോടെ കൊണ്ടുപോകാൻ മുന്നണി പോരാളിയായി നിന്ന VSനെ CPMൻ്റെ പ്രവർത്തകർ, സഖാക്കൾ, നേതാക്കൾ ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മികച്ച ഭരണാധികാരി, മികച്ച മുഖ്യമന്ത്രി എന്ന നിലയിലും VSനെ ഇപ്പോൾ ഓർക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ വികസന പന്താവിൽ ഒരു ചുവട് കുറിച്ച മെട്രോ റെയിൽ പദ്ധതി, ആ മെട്രോ റെയിൽ പദ്ധതിക്കായി ശ്രീധരനൊപ്പം പോയി ദില്ലിയിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, കേന്ദ്ര അനുമതി നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച VS അച്യുതാനന്ദൻ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ടെക്നോ പാർക്കുകൾക്കായി 1000-ലേറെ ഏക്കറുകൾ സ്വന്തം സർക്കാർ നൽകാൻ ഇടയാക്കിയ VS അച്യുതാനന്ദൻ്റെ ഇടപെടലുകൾ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായി മുൻകൈയെടുത്ത VS, അങ്ങനെയെല്ലാം VS എന്ന് പറയുന്ന ആ സമരധീരനെ, ആ മികച്ച ഭരണാധികാരിയെ കേരളം വീണ്ടും വീണ്ടും ഓർക്കുന്ന സന്ദർഭമാണ് ഇത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് VSൻ്റെ ജീവിത സമരമാണ്, ജീവിതത്തെക്കുറിച്ചുള്ള ജീവിതരേഖയാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അനാചാരങ്ങളിൽ, ദുരാചാരങ്ങളിൽ, ജന്മി വ്യവസ്ഥയിൽ കുടുങ്ങിക്കിടന്നിരുന്ന കേരളത്തെ, ആ കേരളത്തെ 100 വർഷത്തിന് കേവലം 50-60 വർഷത്തിനിപ്പുറം
പുതിയ കേരളമാക്കി നവോത്ഥാന കേരളമാക്കി മാറ്റുന്നതിന് VS നടത്തിയ ശ്രമങ്ങൾ, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പരുവപ്പെടുത്തിയതിന് ആദ്യം CPIയിലും പിന്നീട് 1964 CPIയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന് CPM രൂപീകരിച്ച 32 പേരിൽ അവസാനക്കാരനായിരുന്നു VS. ആ VSനെയാണ് പലപ്പോഴും മാധ്യമങ്ങളടക്കം വലിയ കമ്മ്യൂണിസ്റ്റ് കാരനല്ലാതാക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. ആ VS അപ്പോഴും മാധ്യമങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്, VSൻ്റെ വാക്കുകൾ വളച്ചൊടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്, അതെല്ലാം ഇപ്പോഴും കേരളം ഓർക്കുകയും VSനോട് ചെയ്ത ആ ചതിയെക്കുറിച്ച് ഇപ്പോഴും കേരള സമൂഹം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ വിവിധ തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള സ്മാരകത്തിലും പാർട്ടിയുടെ നേതാക്കൾ അടക്കമുണ്ട്. പാർട്ടി നേതാക്കൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാർ അടക്കമുള്ളവർ ഉണ്ട്. ഈ വാഹനം അവിടെ എത്തിച്ചേർന്നതിന് ശേഷം അവരെല്ലാം അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VSൻ്റെ സംസ്കാര ചടങ്ങുകൾ വലിയ ചുടുകാട്ടിലാണ് നടക്കുക. പുന്നപ്ര വേലാർ സ്മാരകത്തിൻ്റെ രണസ്മാരകങ്ങളുടെ ആ പോരാട്ടത്തിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലേക്കാണ് VSും അന്ത്യനിദ്രയ്ക്കായി എത്തുക. അവിടെ നിരവധി പുന്നപ്ര വേലാർ സമരസേനാനികൾ അവിടെ ഉണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി മരിച്ച PK ചന്ദ്രാനന്ദൻ അടക്കമുള്ള പാർട്ടിയുടെ വലിയ വിപ്ലവകാരികൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് VSും എത്തിച്ചേരുകയാണ്. അവിടേക്ക് പോകുമ്പോൾ പല കാര്യങ്ങൾ, പല ഓർമ്മകൾ VS സമ്മാനിക്കുകയാണ്. പുന്നപ്ര വയലാറിൻ്റെ ദിവാൻ ഭരണത്തിനെതിരെ, അതോടൊപ്പം തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് നടന്ന ആ കേരളത്തിലെ നടന്ന വലിയ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന VS, അതോടൊപ്പം തന്നെയാണ് അവിടെ നടന്ന കർഷക പോരാട്ടങ്ങൾക്ക്, അതോടൊപ്പം തന്നെ കയർ തൊഴിലാളികളുടെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ VS, അദ്ദേഹത്തിനെ വീണ്ടും കേരളം ഓർമ്മിക്കുക.